ഹലോ എവരിവൺ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സർപ്രൈസ് കണ്ടേ? വരി, ഇതാണ് ഫൈസൽ പറഞ്ഞ സർപ്രൈസ് കണ്ടിട്ട് ജാഫർ ശരിക്കും ഞെട്ടി. കാരണം വേറെ ഒന്നല്ല, അവരെല്ലാരും 15 വർഷത്തിന് ശേഷം ആളെ കാണണേ. ആളുടെ പേരാണ് അനസ്. ഇങ്ങനെ കുറച്ചേരം അവിടെ തല്ലി മറിച്ചിരുന്ന് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ മേഡം വിളിച്ച്. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും സ്ഥലം പറഞ്ഞിട്ട് ആൾ ടാറ്റി തന്നിട്ട് ആള് പോയി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവാൻ. അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോണ്ട് ജാഫറും ഫൈസലും കൂടിയിട്ട് ഫുഡ് കോർട്ടിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു. അവിടുന്ന് കഴിക്കാന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഒരു കാര്യം ആലോചിച്ചത്. അല്ല അത് ശരിയാ, ഉണ്ടായിരുന്നില്ലേ എന്നൊന്നും നോക്കിയില്ല. എന്നോ എന്റെ വക തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സാധനം ഓർഡർ ചെയ്തിട്ട് ബില്ലും തന്നെ പേ ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഇടയിൽ കൂട്ടം കൂടി കഴിഞ്ഞാൽ തുളച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ ഒരു രസമാണല്ലോ. അതെന്തായാലും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നമ്പർ വിളിച്ച്. അങ്ങനെ ജാഫർ പോയി ഫുഡ് എടുത്തു കൊടുന്നു. ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മാളിന്ന് തിരിച്ചിറങ്ങി. ഫുഡ് അടിച്ച് ഇറങ്ങിയോണ്ട് ഓണ് ഫൈസുവിന്റെ മനസ്സും വേറെ ഒരുപോലെ നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹയർ. പിന്നെ നേരെ വണ്ടിയെ കയറി ഞങ്ങൾ അൽക്കൂസ്ന്ന് വന്ന മുതലിനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. ഷറഫുന് രാവിലെ 3 മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ജാഫർ പറഞ്ഞാ നിങ്ങൾ പോയിക്കോ, ഞാൻ മെട്രോയിൽ പോയിക്കൊണ്ടെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല അവനവിടെ കൊണ്ടാക്കാതെ തിരിച്ചു വരാൻ. 4 ആളും കൂടി തള്ളി മറിച്ചിട്ട് പോണോണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തി. ജാഫർ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫൈസലിനും ഷറഫുനും എന്തോ സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. മൂപ്പരാക്ക് പോയി എടുത്തോടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനോട് ഞങ്ങൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ കമ്പനിക്ക് തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ഷറഫ് നല്ല ഉറക്കത്തിലാ. അവന് ഈ ടൈമൊക്കെ ആകുമ്പോൾ ഉറങ്ങണ ആളാണേ. നേരത്തെ 5 പണിക്കോണ്ടേ. പിന്നെ ഞങ്ങൾ കമ്പനിയിലെത്തി. ഫൈസലിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞയച്ചു. അങ്ങനെ ഞങ്ങളെ തട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഓക്കെ, ഹലാസ്.